ഉണ്ടായിരുന്നു. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞു, എനിക്ക് വേണ്ട അത് എന്ന്, എനിക്ക് ആ സൗകര്യം വേണ്ട എന്ന് പറഞ്ഞ് ഈ വലിയ ഭരണാധികാരിയുടെ വലിയ രണ്ട് സൗകര്യങ്ങൾ അദ്ദേഹം മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു കൊച്ചു കുടിലിൽ താമസിച്ചു എന്നാണ്, ഒരു ചെറ്റക്കുടിലിൽ താമസിച്ചു എന്ന് ചരിത്രത്തിൻ്റെ വരികളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഒരിക്കൽ ഒരു പ്രായം ചെന്ന ഉമ്മ, ഒരു വയസ്സായ ഒരു ഉമ്മ ഖലീഫയെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് വന്നു, പട്ടണത്തിലേക്ക് വന്നു. പ്രായം ചെന്ന ഉമ്മ വന്നിട്ട് അന്വേഷിച്ചു, എവിടെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ വീട്? എനിക്ക് ഉമർ ബിൻ അബ്ദുൽ അസീസിനെ ഒന്ന് കാണണം. അവിടെയുള്ള ആളുകൾ ദൂരത്തേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, അതിലൂടെ നടന്നു പോയാൽ മതി. അങ്ങനെ ഈ പ്രായം ചെന്ന ഉമ്മ ആ മരുഭൂമിയിലൂടെ പതുക്കെ പതുക്കെ നടന്ന് ഒരു ചെറ്റക്കുടിലിൻ്റെ അടുത്തെത്തിയപ്പോൾ ആ വീട്ടിലേക്ക് കയറിയെന്നാണ്. ആ വീട്ടിലേക്ക് കയറി അവിടെയുള്ള സഹോദരിയോട് ചോദിച്ചു, അല്ല, എവിടെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് താമസിക്കുന്നത്? അപ്പോൾ ആ സഹോദരി പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു അത്രേ, നിങ്ങൾ കയറിയിരിക്കുക, ഇത് തന്നെയാണ് അവരുടെ വീട്, അവരുടെ ഭവനമാണ്, അവരുടെ വീടാണിത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പം ആ ഉമ്മ വന്നത് എന്തിനാണ്? അവരുടെ വീട് അല്പം ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആ ഉമ്മയുടെ വീടിന്. ആ വീടൊന്ന് നന്നാക്കാൻ വേണ്ടി അമീറിനെ, ഭരണാധികാരിയെ കാണുവാൻ വേണ്ടി വന്നതാണ്. ഈ വീട് കണ്ടപ്പോൾ ആ ഉമ്മ തിരിച്ചുപോയി എന്ന് ചരിത്ര വരികളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മാത്രമല്ല, ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊത്ത് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കെ സംസാരമധ്യേ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്, പ്രിയപ്പെട്ടവരെ, അങ്ങ് മുസ്ലിം സമുദായത്തിൻ്റെ മതപരവും രാഷ്ട്രീയപരവുമായ നേതൃത്വം ഏറ്റെടുത്തതിനു ശേഷം അങ്ങയുടെ മുഖം അല്പം ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, അങ്ങയുടെ ശരീരം അല്പം ക്ഷീണിച്ചിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, മോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ മുഖം, അതല്ലെങ്കിൽ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ശരീരം ഈ ലോകത്ത് വെച്ച് അല്പം ക്ഷീണിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് ഒരു സെക്കൻഡ് പോലും സങ്കടപ്പെടാൻ, ഒരു സെക്കൻഡ് പോലും വിഷമിക്കാൻ ഈ പാവപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തയ്യാറല്ല കേട്ടോ. പക്ഷേ ഞാൻ ഭയപ്പെടുന്നത്, ഞാൻ സങ്കടപ്പെടുന്നത്, ഞാൻ മരണപ്പെട്ട എൻ്റെ മയ്യത്ത് 6 അടി മണ്ണിൽ കൊണ്ടുപോയി വെച്ച് എൻ്റെ മയ്യത്ത് സുന്ദരമായി മറവ് ചെയ്ത് ആളുകളെല്ലാവരും തിരിച്ചു പോന്ന് ഒരു 2, 3, 4 ദിവസം കഴിഞ്ഞ്, അതല്ലെങ്കിൽ ഒരു 3, 4 ആഴ്ച കഴിഞ്ഞ ഖബറിൻ്റെ സമീപത്ത് ആരെങ്കിലും ഒന്ന് കടന്നു ചെന്ന് എൻ്റെ ഖബർ ഒന്ന് തുറന്ന് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുകയാണെങ്കിൽ എൻ്റെ മുഖത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം തോന്നുന്നത്, എനിക്ക് പേടി തോന്നുന്നത് എന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് പ്രതിവചിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അവരൊക്കെ നിരന്തരമായി ഓർക്കുകയാണ് ഖബറിനെ കുറിച്ച്. ഇത് നമ്മളുമായി 100% ബന്ധപ്പെട്ട വിഷയമാണ്, നമ്മളുമായി 100% ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇതിൽ നിന്ന് നമ്മൾ ആരും ഒഴിവല്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മരിച്ച് നമ്മുടെ മയ്യത്ത് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് മയ്യത്തുകൾ നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ജനാസയിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് വേണ്ടി നമ്മൾ ജനാസ നമസ്കരിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു മയ്യത്തും ആ മയ്യത്ത് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സംഗതി ഉണ്ട്. എന്താണെന്നറിയോ? ഖബറിന് 1ാമത്തെ ഒരു പിടുത്തമുണ്ടത്രേ. എങ്ങനെ? ഖബറിന് 1ാമത്തെ ഒരു പിടുത്തമുണ്ട്. ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. ഖബറിന്റെ ഒന്നാമത്തെ നെരുക്കത്തിൽ നിന്ന്
ഖബറിന്റെ ഒന്നാമത്തെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹുവല്ലദീ തഹറക ലഹുൽ അർശ്. സഅദ് ബിൻ മുആദ് മരിച്ചപ്പോൾ ഹുവല്ലദീ തഹറക ലഹുൽ അർശ്, അദ്ദേഹം മരിച്ചപ്പോൾ അർശ് പോലും കുലുങ്ങിപ്പോയി എന്നാണ്. മാത്രമല്ല വഫുതിഹത് ലഹു അബ്വാബസ് സമായി, വാനലോകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. വശഹിദഹു 70,000 മിനൽ മലായിക, 70,000 വരുന്ന മലക്കുകൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയെ തുടർന്നു. ഇത്രയും പ്രഗൽഭനായ സ്വഹാബിയാണ്, ഇത്രയും പ്രഗൽഭനായ സ്വഹാബി. ആ സ്വഹാബിയുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ലഖദ് ലമ്മ ലമ്മതൻ, ആ ഖബർ ഒന്ന് ഇടുങ്ങിപ്പോയി എന്ന്. എങ്ങനെ? ആ ഖബർ ഒന്ന് ഇടുങ്ങി, ആ ഒന്നാമത്തെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഅദ് ബിൻ മുആദിന് പോലും സാധിച്ചിട്ടില്ല. ഇനി നമ്മൾ മനസ്സിലാക്കണം, ഖബറിന്റെ ഒന്നാമത്തെ പിടുത്തം അത് വല്ലാത്ത ഒരു പിടുത്തം തന്നെയാണ്. അതെത്ര നല്ല ആളുകളായാലും ആ പിടുത്തത്തിന്റെ വേദന അനുഭവിക്കാതെ കടന്നു പോവുക സാധ്യമല്ല. അപ്പൊ സംശയം ഉണ്ടാകും, നല്ല ആളുകളാണെങ്കിലോ, മുത്തഖികളാണെങ്കിലോ, മുവഹിദുകളാണെങ്കിലോ, ആരായാലും ശരി, ഖബറിന്റെ ഒന്നാമത്തെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. ഇനി കേൾക്കണോ നിങ്ങൾക്ക്? റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഒരു കുട്ടി മരിച്ചു, ഒരു ചെറിയ കുട്ടി. ആ കുട്ടിയുടെ മയ്യത്ത് മറമാടി. സ്വഹാബത്തിൽ പലരും കണ്ണീരൊലിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നയനങ്ങൾ ജലാർദ്രമായിട്ടുണ്ട്. പ്രവാചകൻ സങ്കടം കൊണ്ട്, വിഷമം കൊണ്ട് വിതുമ്പുന്നുണ്ട്. പ്രവാചകൻ ആ സ്വഹാബത്തിനോട് പറഞ്ഞു, ലൗ നജത് അഹദും മിൻ ലമ്മത്തിൽ ഖബർ ലനജാ ഹാദാ സ്വബിയ. ഖബറിന്റെ ഒന്നാമത്തെ പിടുത്തത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സ്വഹാബ, ഈ കുട്ടി രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് പോലും ഒന്നാമത്തെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല കേട്ടോ. നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് ഖബറിന്റെ അവസ്ഥ. ഇതാണ് ഖബറിന്റെ അവസ്ഥ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ, അതല്ലെങ്കിൽ റൂമിൽ, ഇരുട്ടുള്ള മുറിയിൽ നമ്മൾ ഒറ്റക്കുള്ളൂ. പെട്ടെന്ന് അവിടെ കരണ്ട് പോയി, അവിടെ നമ്മുടെ കയ്യിൽ ടോർച്ചില്ല, വെളിച്ചമില്ല. നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? എന്നാൽ നമ്മുടെ കുടുംബക്കാരും കൂട്ടുകാരും അയൽവാസികളും ഒന്നടങ്കം നമ്മുടെ ഖബറിന്റെ സമീപത്ത് കടന്നു വന്നവരെല്ലാവരും നമ്മെ മറവ് ചെയ്ത് അവർ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഞാനും നിങ്ങളും 3 വെള്ള തുണിയിൽ പൊതിയപ്പെട്ട് നമ്മൾ ആ ഖബറിൽ ഒറ്റക്കാൻ. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഇതിനെക്കുറിച്ചാണ് ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ഖബറിൽ ശിക്ഷയുണ്ട്, സുഖമുണ്ട്. ഖബറിൽ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത് ആരാണ്? ഖബറിൽ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളാണ്. അതാണ് നമ്മൾ ശിർക്കിനെതിരെ ശക്തമായി ശബ്ദിക്കുമ്പോൾ പലരും പറയും, ഇവർക്ക് എവിടെ പരിപാടി വെച്ചാലും, എവിടെ സമ്മേളനം സംഘടിപ്പിച്ചാലും, എവിടെ ക്ലാസുകൾ സംഘടിപ്പിച്ചാലും ഷിർക്കിനെതിരെ ഇവിടെ വേറെ ഒന്നും പറയാനില്ലേ? കാബൂളിലെ കാട്ടുപാതകളെപ്പറ്റി, ടെഹ്റാനിലെ തെരുവീതികളെക്കുറിച്ച്, പോളണ്ടിലെ പട്ടണങ്ങളെപ്പറ്റി, നിരീക്ഷണ പരീക്ഷണങ്ങളുടെ സിരാ കേന്ദ്രമായ അമേരിക്കയുടെ മണ്ണിൽ തകർന്നു വീണ വേൾഡ് ട്രേഡ് സെന്ററിനെ പറ്റിയൊന്നും നിങ്ങൾക്ക് പറയാനില്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, എല്ലാം പ്രശ്നങ്ങളായിരിക്കാം, പ്രശ്നങ്ങളാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ ഏറ്റവും വലിയ അദാബ് സഹിക്കുക ആരാണ്? ശിർക്ക് ചെയ്യുന്ന ആളുകളാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഗൗരവമായി നമ്മൾ ഈ വിഷയം ജനങ്ങളോട് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ കടന്നു വരും, കടം കയറും. അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത, മക്കളില്ലാത്ത സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഉള്ള മക്കൾ മരണപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് തകരുന്ന സാഹചര്യം ഉണ്ടാകും. നമ്മുടെ ജോലിക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന സാഹചര്യം ഉണ്ടാകും.
ഇവിടെ ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അവിടെ തകിട് കെട്ടുന്നവരായി, ഏലസ് കെട്ടുന്നവരായി, മന്ത്രിച്ചൂതിയ ചരടുകൾ കെട്ടുന്നവരായി നമ്മൾ മാറിയാൽ നമ്മൾ മനസ്സിലാക്കണം, അതുമായിട്ടാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ ഖബറിൽ വലിയ അദാബ് അത് മുഖേന ഞാനും നിങ്ങളും സഹിക്കേണ്ടി വരും, യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് കടന്നു വരരുത്. കാരണം ഖബറിൽ ഏറ്റവും വലിയ അദാബ് സഹിക്കേണ്ടി വരിക ശിർക്ക് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താ? ഇന്ന് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ്? പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മുഹബ്ബത്ത് പ്രകടിപ്പിക്കുന്നു എന്നതിൻ്റെ പേരിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, പാടിക്കൊണ്ടിരിക്കുന്ന, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വരികൾ അപകടങ്ങൾ നിറഞ്ഞതാണ്, അവ വിഷലിപ്തമാണ്, അതിൽ ശിർക്ക് കലർന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഗാനങ്ങളിലൂടെ കടന്നു വരും, അത് സംസാരങ്ങളിലൂടെ കടന്നു വരും, അത് സംസ്കാരങ്ങളിലൂടെ കടന്നു വരും. ഗൗരവമായി ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്, അല്ലേ? ശിർക്ക് കടന്നു വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ ഇരിക്കുന്ന സദസ്സില അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കണം കേട്ടോ, കാരണം അത് ഗോപ്യമായ രീതിയിലായിരിക്കും നിങ്ങളിലേക്ക് കടന്നു വരിക. നല്ല കൂരിരുട്ടുള്ള രാത്രിയിൽ ഒരു കറുത്ത പാറക്കെട്ടിനുള്ളിലൂടെ ഒരു ഉറുമ്പരിച്ചു വരുന്നത് എത്രത്തോളം ഗോപ്യമായിട്ടാണോ, അതുപോലെ എന്നല്ല, അതിനേക്കാൾ ഗോപ്യമായി കൊണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരിക. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ പേരിൽ നമ്മുടെ നാടുകളിൽ പാട്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉസ്താക്കന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ? ഇർതകബ്തു അലൽ ഖത്വാ ഗൈറ ഹസിനിൻ വഅദദ് ലകാശുകു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നോക്കണങ്ങൾ, പ്രവാചകരെ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി നബിയെ, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു പോയി നബിയെ, അറ്റമില്ലാ തെറ്റിനാൽ മുട്ടി നിൽക്കും പാപി ഞാൻ, കുറ്റബോധം വന്നതാൽ ഉറ്റനബിയോടോതിടാ. നോക്കണം നിങ്ങൾ, ആരോടാണ്? അള്ളാഹുവിൻ്റെ റസൂലിനോട് ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് തെറ്റിലകപ്പെട്ടു, ഒരുപാട് കുറ്റങ്ങളിൽ അകപ്പെട്ടു, പാപങ്ങളിൽ ആണ്ട് പൂണ്ടുപോയി പ്രവാചകരെ, തിന്മകളിൽ മൂക്കറ്റം മുങ്ങി മൂക്കറയിട്ട് കൊണ്ടിരിക്കുകയാണ് പ്രവാചകരെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരണമേ. ആരോടാ ദുആ ചെയ്യുന്നത്? അള്ളാഹുവിനോടല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഇത് ശിർക്കാണെന്ന് പറയണം. അപ്പോൾ ചില ആളുകൾ പറയും, അതൊക്കെ ഇപ്പം എന്തിനാണ് പറയണത്? കുട്ടികളല്ലേ, അതിപ്പോൾ റബീഉൽ അവ്വൽ 12 ഇങ്ങനെ തോരണം തൂക്കലല്ലേ, കുട്ടികളല്ലേ, ചെറിയ ബലൂണല്ലേ, വീർപ്പിച്ചോട്ടെ, അത് കുറച്ച് ഞാൻ പൊട്ടിയും പോലെ, ഇതിനൊക്കെ ഇതിനാണ് വാശി പിടിക്കണം. അല്ല, ഇതിൽ ഒരുപാട് വിഷാംശങ്ങളുണ്ട്, ഇതിൽ ശിർക്കടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നാരിയത്തു സ്വലാത്ത് എന്ന് പറയുന്ന തീജ്വാലയിലേക്ക് നമ്മെ എത്തിക്കുന്ന ഒരു സ്വലാത്തുണ്ട്, നാരിയത്തു സ്വലാത്ത്, അല്ലേ? കാലഘട്ടങ്ങളിലൂടെ തൗഹീദിന്റെ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി കടന്നുപോയ നമ്മൾ മലയാളക്കരയോട് ഇന്നലകളിൽ ശക്തമായി വിളിച്ചു പറഞ്ഞു, നാരിയത്തു സ്വലാത്ത് ശിർക്കാണ് എന്ന്. എന്നാൽ നമുക്കുള്ളിൽ പോലും, ഈ തൗഹീദി വൃത്തത്തിനുള്ളിൽ പോലും ആളുകൾ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, എന്ത്? നാരിയത്തു സ്വലാത്ത് ശിർക്കല്ല. അവരുമായുള്ള സംവാദ വ്യവസ്ഥക്ക് പോകേണ്ട സാഹചര്യം നമ്മുടെ പ്രവർത്തകർക്കും പ്രബോധകർക്കും ഉണ്ടായി മലയാളക്കരയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നാരിയത്തു സ്വലാത്തിൽ ശിർക്കില്ല, എന്നാൽ ഉണ്ട്. എന്താണ്? തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖദാ ബിഹിൽ ഹവായിസ്. കണ്ടോ? ആരോടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടാണ് പ്രയാസങ്ങൾ അഴിഞ്ഞു പോകുന്നത്, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ശിർക്ക് നിറഞ്ഞ വാക്കുകൾ, പ്രയോഗങ്ങൾ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു